ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഇപ്പോൾ നമ്മളെല്ലാവരും പരീക്ഷാ ചൂടിലാണല്ലേ. എല്ലാവർക്കും ടൈം ടേബിളും അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 10ാം ക്ലാസ്സിൻ്റെ എക്സാം തുടങ്ങാറായിട്ടുണ്ട്. CBSE 10ാം ക്ലാസ്സിൻ്റെ എക്സാം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചൂടായിട്ട് തല ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. നമ്മുടെ കുട്ടികൾക്കും ക്ലാസ്സൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂൾ വിട്ട് വരണമെങ്കിൽ പയ്യനെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചേറ്റുവേ പോയിട്ട് കക്ക സമൂസ അത് വാങ്ങിച്ചു കൊടുത്തു, ഒരു ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ചായ വേണം, അമ്മയ്ക്ക് സമൂസ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അത് കൊണ്ടുകൊടുത്തിട്ട് നമ്മൾ വരുന്നത് ആയുവിൻ്റെയും ആരുവിൻ്റെയും ആനിവേഴ്സറി, സ്കൂളിലത്തെ ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സ്കൂൾ വിട്ട് വന്നിട്ട് ചായയൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ചായ നേരത്തെ കുടിക്കാൻ പോയിന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗസ്റ്റുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീമോള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചാടിക്കറി വന്നത് തന്നെ കേട്ടോ. ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മമാരുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഏകദേശം അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഈ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആരുമൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത് രാജീവ് പരമേശ്വരനും അതുപോലെ തന്നെ സജിനുമാണ് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിലത്തെ, ഏഷ്യാനെറ്റിലത്തെ സ്വാതന്ത്ര്യം സീരിയൽ ഫെയിം. അപ്പോൾ അവരുണ്ടെന്ന് എന്നോട് ശ്രീമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചാടി കയറി വന്നതാണ്. ആക്ച്വലി ഞാൻ സീരിയലൊന്നും കാണാറില്ല, പക്ഷേ ഇവർ ഭയങ്കര ഫേമസ് ആണല്ലോ. രാജീവ് പിന്നെ പണ്ടേ നമ്മുടെ ചെറുപ്പം തൊട്ടേ കാണുന്നൊരു മുഖമാണ്. സജിന് പിന്നെ ഇപ്പോൾ ഫെയിമായിട്ട് വന്ന ആളാണ് അല്ലേ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഞാൻ ഇൻസ്റ്റയിൽ നമ്മുടെ സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർ രണ്ടാളും മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജീവ് എനിക്ക് ഒരു ചിരിക്കുന്ന ഒരു റിയാക്ഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സജിൻ അത് തിരിച്ച് റിപ്ലൈ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നേരമൊക്കെ നമ്മുടെ കയ്യിലിരുന്നു. പിന്നെ മൂപ്പരാൾ കരച്ചിൽ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മൂട്ടിയോട് അമ്മമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തോളാൻ പറഞ്ഞിട്ട് അമ്മൂട്ടി കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ആദരവ് നൽകുന്നത് സ്റ്റാഫ് സെക്രട്ടറി അനിജ് ടീച്ചർ. ഉപഹാരം സ്വീകരിക്കുന്നതിനായി ശ്രീ സജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രസംഗിക്കാനൊന്നും അറിയില്ല, എന്തായാലും ഇവിടെ ഇങ്ങനെ വരാൻ പറ്റിയാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സീരിയലിലൂടെയാണ് നിങ്ങളുടെയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചത്. അപ്പം അതിനൊക്കെ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഇവിടുത്തെ മുഖ്യ നമ്മുടെ രമേശ് മാസ്റ്റർ വിട പറയാണ് നിങ്ങളെയൊക്കെ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സംസാരത്തിൽ നിന്നും ഇവിടെ പ്രസംഗിച്ചവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായി നിങ്ങൾക്കൊക്കെ എത്ര വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളാണ് രമേശ് മാഷ്. അപ്പോൾ ഈ റിട്ടയർമെന്റിന് ശേഷവും മാഷിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. മികച്ച അധ്യാപകൻ മാത്രമല്ല, പിന്നെ എന്തൊക്കെയാണ് എന്ന് നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ കുറച്ച് മാസങ്ങളെ ഞാൻ ഈ ഉപജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസറായി എത്തിയിട്ട് ആയിട്ടുള്ളൂ. ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിന് ഉള്ളിൽ തന്നെ രമേശ് കാലഘട്ടത്തിൽ തന്നെ മാഷ് ഒരു മഹാവിസ്മയമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ തിരുമംഗലത്തിനും ഈ ഈ
കുഞ്ഞു കുട്ടികളെ പരിപാടി ഉണ്ടാകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏറ്റവും കണ്ടിരിക്കാനുള്ള രസം എന്ന് പറയുന്നത് ഇവരുടെ കുറേ കോമഡികൾ ഉണ്ടാവട്ടെ ഇതിനിടയ്ക്ക്. ഇപ്പം കണ്ടില്ലേ, ഒരു ചെറുത് അമ്മ പോവാണ്, അതായത് അവനെ സ്റ്റേജിൻ്റെ ബാക്കിലാക്കിയിട്ട് അമ്മ പോണേന് കരച്ചിലായിരുന്നു കേട്ടോ കാണുന്നത്. നമുക്ക് കാണുമ്പോൾ ഇത് കോമഡിയാണ്, പക്ഷെ കുട്ടിക്ക് അത് വിഷമമായിട്ടാണ് കരണമെങ്കിൽ കൂടിയിട്ട്. ഇന്ന് തിരുമംഗലത്തെ രമേശൻ മാഷിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സെലിബ്രേഷനും കൂടിയാണ് കേട്ടോ. ആനിവേഴ്സറി, സ്കൂൾ ആനിവേഴ്സറി കൂടാതെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ആഘോഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സ്കൂളിനായിട്ട് അധികം ബന്ധമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് രമേശൻ മാഷെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയൊന്നുമില്ല. പക്ഷേ അവിടെയുള്ളവരിങ്ങനെ കുറേ പേര് പ്രസംഗിക്കുന്നതൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി ആളൊരു നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണെന്ന് കേട്ടോ. ഞാൻ പഠിച്ചത് നാഷണൽ സ്കൂളിലാണ്, ഇത് തിരുമംഗലം സ്കൂളാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ 7ാം ക്ലാസ് വരെയാണുള്ളത്. എനിക്ക് കൂടുതലും ഫ്രണ്ട്സ്, അതായത് ഞാൻ 5ാം ക്ലാസ് തൊട്ടിട്ടാണ് നാഷണലിൽ പഠിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് കൂടുതലും ഈ തിരുമംഗലം സ്കൂളിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ് തൊട്ടിട്ട് 6ാം ക്ലാസ് വരെയാണെന്ന് തോന്നുന്നു, 7ാം ക്ലാസ് തൊട്ടിട്ട് അവർ എന്താ പറയുക നാഷണലിലേക്ക് വരലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു 5 മണി 5:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ ഒരു 5 മണിക്കൊക്കെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ മൈക്ക് കയ്യിൽ കിട്ടുന്ന ആൾക്കാർ കുഞ്ഞു മക്കളെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടത് ഭയങ്കരമായിട്ട് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മൈക്ക് കിട്ടിയാൽ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അതിനും വലിയ അരോചകമായിട്ടുള്ളൊരു സംഭവം വേറെ ഇല്ല. ചെയ്ത് സംസാരിക്കുന്നതിനും ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, നല്ലവരായ നാട്ടുകാരെ, തിരുമംഗലത്തിൻ്റെ കൊച്ചു വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നല്ല നമസ്കാരം. ടീച്ചർ ഏതോ ഒരു ആനയുടെ ഒക്കെ പറയണ പോലെയായിരുന്നു എന്നെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, തിരുമംഗലത്തിലേക്ക് വരുന്ന പോലെ. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു ദിവസവും അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരു സങ്കടമുള്ള ദിവസവും തന്നെയാണ്. എനിക്കറിയാം, എൻ്റെ അമ്മയും ടീച്ചറായിരുന്നു. ആ സമയത്തും ഞാനിതുപോലെ ഒരുപാട് പേര് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ തിരുമംഗലം UP സ്കൂൾ, ഞാൻ ഇതിനു മുമ്പും ഇവിടുത്തെ ആനുവൽ ഡേ സെലിബ്രേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും നല്ല, നമ്മൾക്ക് ഇവിടെ തന്നെ വരുമ്പോൾ വന്നിറങ്ങുമ്പോൾ തന്നെ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതായത് ഈ സ്കൂളിന് കിട്ടുന്നൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫും എല്ലാ മാനേജ്മെൻറ്റും അത്രയും വളരെ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങളെയും സ്വീകരിച്ചത്. അപ്പോൾ UP സ്കൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന ഒരു അവസ്ഥ. ശരിക്കും അവൻ്റെ ബേസിക് എല്ലാ ക്യാരക്ടേഴ്സും ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഞാനും ഇതുപോലത്തെ ഒരു UP സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. നമുക്കറിയാം, അന്ന് പഠിച്ച ഒരുവിധം എല്ലാ ടീച്ചേഴ്സിനെയും ഇന്ന് ഓർമ്മയുണ്ട്. എപ്പോഴും കാണുമ്പോഴും അവരും ആ ഒരു സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കാറുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ വളരുന്ന കുട്ടികളായതുകൊണ്ട് അന്നത്തെ ടീച്ചേഴ്സിനെ പോലെയല്ല ഇന്നത്തെ ടീച്ചേഴ്സിനെ. നന്നായിട്ട് കഷ്ടപ്പെടണം, ഇവരൊന്നും മേടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും, ഇവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരുമംഗലം UP സ്കൂളിന് ഇങ്ങനെ ഒരു നല്ലൊരു രമേശ മാഷെ കിട്ടി. രമേശ മാഷ് പഠിച്ചതും ഈ തിരുമംഗലം UP സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് രമേശ മാഷെ പോലുള്ളവരെ വാർത്തെടുക്കാൻ കഴിയട്ടെ. ഇവിടുത്തെ കുട്ടികളെ പ്രാർത്ഥന ഗാനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും എല്ലാവരും, പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന സഹോദരന്മാരും എല്ലാവരും അങ്ങനെ ചേർന്ന് സ്നേഹത്തോടെ നമുക്ക് പോകാൻ കഴിയട്ടെ. കാരണം ഇന്നൊക്കെ അതൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അധികം സംസാരിച്ചത് ലഭിക്കുന്നില്ല, എനിക്കധികം സംസാരിക്കാനും അറിയില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നത് രമേശ മാഷ് എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു സ്നേഹം തന്നെയാണ്. നമുക്കറിയാം, ഞങ്ങളോടും നമ്മൾ എപ്പോഴും സംസാരിക്കുകയും എപ്പോഴും കാണുമൊന്നും വേണ്ട. മാഷ് എപ്പോൾ കണ്ടാലും അതേ ഒരു സ്നേഹത്തോടെ, അവിടെ വെച്ച് കണ്ടാലും അതേ ഒരു സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കുക. എനിക്ക് അല്ലാതെയും മാഷായിട്ട് കണക്ഷൻ ഉണ്ട്, ഞങ്ങൾ റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പോൾ ആ ഒരു
ബന്ധത്തിനേക്കാൾ ഉപരി അതാ രമേശ് മാഷ് എന്നൊരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി തിരുമംഗലത്തിലെ കൊച്ചു മിടുക്കന്മാര് പഠിച്ച് വലിയ വലിയ നിലയിലെത്തുമ്പോൾ അത് കണ്ട് ഏറ്റവും സന്തോഷിക്കുന്നതും ഇതുപോലുള്ള രമേശ് മാഷും ഇവിടുത്തെ അധ്യാപകരും ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ PTA-യും സ്കൂളും മാനേജ്മെന്റും എല്ലാവരും കൂട്ടായ്മ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് തിരുമംഗലം സ്കൂളിന്റെ യശസ് ഉയർത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും മാഷ് ഒരിക്കലും പോകുന്നില്ല, അറിയാം, ഇങ്ങനെയുള്ള സാറന്മാരൊന്നും പോകാൻ പറ്റില്ല, അവർക്കൊക്കെ ഈ ചുറ്റുവട്ടത്തുണ്ടാവും. മാഷിനെ നമ്മൾ വേണമെങ്കിൽ ഒരു MLA MP ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണമുണ്ടാവും. കാരണം ഇവരൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനും അതിന്റെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ മാഷെന്ന് പറഞ്ഞിട്ട് MLA MP ഒക്കെ ആക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. മൊമെന്റോ നൽകി ആദരിക്കുന്നതിന് രമേശൻ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി അച്ഛനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്ര പ്രൗഢ ഗംഭീരമായ സംസ്കാരവും മനുഷ്യ 5 മണിക്ക് അങ്ങോട്ട് തുടങ്ങിയ പ്രസംഗം അവരുടെ എന്താ പറയുക എല്ലാവരുടെയും, ഞാൻ 1-2 പേരെയല്ല എടുത്ത് പറയുന്നത്, ഒരു സ്റ്റേജിൽ ഒരു 10-20 പേരോളൊക്കെ ഇരുന്നിട്ട് എനിക്കറിയില്ല അത്രയും പേരുണ്ടോ, എന്തായാലും ഒരു 10-15 പേരൊക്കെ ആ സ്റ്റേജിലുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരുവിധം ആൾക്കാരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അത്രയും പേര് പ്രസംഗിച്ചിട്ട് വരുമ്പോൾ ഈ കുഞ്ഞു മക്കളുണ്ടല്ലോ, നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കേണ്ട. LKG UKG 5ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെയാണ് ആ സ്കൂളിലുള്ളത്. ഞാൻ സ്കൂളിനെ കുറ്റം പറയുമോ അല്ലെങ്കിൽ പരിപാടിനെ കുറ്റം പറയേണ്ടതോ അല്ല കേട്ടോ. 9 മണിയായിട്ടുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കാരണം ഈ പിള്ളേർ എത്ര മണി തൊട്ടിട്ട് മേക്കപ്പ് ഇട്ടിരിക്കുന്നതാണെന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത്. മൈക്ക് കിട്ടിയത് നിന്ന് സംസാരിക്കുന്നവർക്ക് അത് സംസാരിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് ചിലർ പറയും നിങ്ങൾക്ക് സമയം വൈകിയെന്ന് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ ദീർഘിപ്പിക്കണില്ല, ചുരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടും പഠിച്ചു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ട് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരോടും ഉള്ള ഒരു വിരോധമാണ് ഞാനിപ്പോൾ പറഞ്ഞു കൂട്ടിയത് കേട്ടോ. ഇത് അമ്പാട്ടച്ചനാണ് കേട്ടോ. അമ്പാട്ടച്ചൻ നമ്മുടെ രമേശൻ മാഷുടെ എന്താ പറയുക ആളെ പഠിപ്പിച്ചിട്ടുള്ള സാറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇതിലുള്ള ആരെയും അറിയില്ല. നമുക്ക് സ്ഥിരം കാണുന്ന മുഖങ്ങളാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് ആരെയും വലിയ പരിചയവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശ്രീമോൾ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോകുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാനാണെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടേ കയ്യിൽ പേഴ്സിൽ പൈസയും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഗൂഗിൾ പേ സർവീസും ഇല്ലായിരുന്നു. നമ്മുടെ ആരുവിനൊക്കെ ട്രോഫി ഉണ്ടായിരുന്നു കേട്ടോ. A+ൻ്റെ ആണെന്ന് തോന്നുന്നു, ഫുൾ A+ൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് 2 പേരും കൂടെ വാങ്ങിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് അതൊരു വലിയ അബദ്ധമായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഞാൻ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പൈസ കൊണ്ട് നടക്കാറന്നില്ല. പക്ഷേ ഇവരത് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ വളരെ വൈകിട്ടാണ് പ്രോഗ്രാമൊക്കെ തുടങ്ങി. ഒരു 7-7:30 ആയപ്പോഴാണ് നമ്മുടെ ഗുരുവായൂർ MLA എത്തിയത്. അത് ഓൾറെഡി അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾ വരുമ്പോൾ നേരം വൈകുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എപ്പോഴെങ്കിലും ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ കുഞ്ഞു മക്കളുടെ സ്കൂളിൽ പോയിട്ടുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ഓർമ്മ വയ്ക്കണം. കാരണം അവിടെ പറയുന്നുണ്ടായിരുന്നു കുറേ പിള്ളേർ കിടന്ന് ഉറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടതിൻ്റെ ബേസിൽ ഞാനിത് പറയുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ വന്ന എല്ലാവരും എടുത്തു പറഞ്ഞോടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ രമേശൻ മാഷാണ് തിരുമംഗലം സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന്. അതായത് നമുക്ക് സാധാരണ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിൽ പിള്ളേരൊക്കെ വളരെ കുറഞ്ഞിട്ട് സ്കൂളുകളൊക്കെ അടയ്ക്കുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ സ്കൂളിനെ കയറ്റിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ.
നമ്മുടെ പിള്ളേരെ ഇതുപോലെ സ്കൂളിൽ ചേർത്ത സമയത്ത് ശ്രീമോൾ ഇത് പറഞ്ഞിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആളെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ന ആളാണ് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അങ്ങനെ അറിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം, ആൾ റിട്ടയർ ആവാറായെങ്കിൽ കൂടിയിട്ട് അങ്ങനെയുള്ളൊരു പ്രായം തോന്നിക്കില്ല എന്നാണ് കേട്ടോ. സത്യമാണ് കേട്ടോ. ആളെ കണ്ട ഒരു ചെറിയൊരു ചെക്കൻ്റെ പോലെ തോന്നുള്ളൂ. ആൾക്ക് ഇത്രയും ഏജ് ഉണ്ട്, അല്ലെങ്കിൽ ആളൊരു റിട്ടയർ ആയിട്ടുള്ളൊരു അധ്യാപകനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കേട്ടോ ശരിക്കും തോന്നാം. അപ്പോൾ എല്ലാവരുടെ പ്രസംഗവും കാര്യങ്ങളും ഒരു ഇതൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉദ്ഘാടനം കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റെഡ് ബ്ലാക്ക് ചുരിദാറായിട്ടുള്ള കുട്ടിയില്ലേ, മൂപ്പരാൾ വീഡിയോ കാണുന്നത് എനിക്കറിയാം. കാണുന്ന വെച്ചാൽ മോളുടെ പേര് ചോദിക്കഴിഞ്ഞാൽ മറന്നുപോയി, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൂപ്പരാളുടെ അമ്മയും നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. പോക്കളാൻ്റെ പോലെ തന്നെ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട് അടുത്ത് വന്ന് സംസാരിച്ചതിൽ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ വക മാഷക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇത് കുറേ പേര് വന്ന് പൊന്നാട അണിയിക്കലും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടി പടം വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പൂർവ്വ വിദ്യാർത്ഥിയാണ് തിരുമംഗലത്തെ. അപ്പോൾ അവൻ നന്നായിട്ട് പടം വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കൊടുത്തത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രാജീവും പിന്നെ അതുപോലെ തന്നെ സജിനും ഇറങ്ങാണ് കേട്ടോ. കുറേ നേരമായിട്ടുണ്ട് അവിടെ ഇരിക്കണം. അവരിങ്ങനെ പറയായിരുന്നു, അവിടെ നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കലും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടായിരുന്നു. അതായത് പോകേണ്ട കാര്യമായിരിക്കണം, കാരണം ഇത്രയും ലേറ്റ് ആയല്ലോ പ്രോഗ്രാം. അവർ പോകുമ്പോൾ തന്നെ ഒരു 7:45 കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയോട് അടുപ്പിച്ചിട്ടാണ് കേട്ടോ അവർ പോണത്. അത്രയും നേരം അവർ സ്റ്റേജിൽ അവർ ഇരുന്നിട്ടുണ്ട്. ഇത്രയധികം ആൾക്കാരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടി പടം വരച്ചിട്ടുണ്ടായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഈ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഈ ചേച്ചി നമ്മുടെ മയൂരിയിൽ ഡാൻസിനുള്ള ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവർ മാഷക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ആനേനെ. അപ്പോൾ അമ്മൂട്ടി ചോദിക്കുന്നത് എന്തിനാ ആനേനെ കൊടുത്തേന്ന്. അപ്പോൾ നമ്മൾ എത്രയായാലും തൃശ്ശൂരുകാരാണല്ലോ അല്ലേ. പിന്നെ മാഷക്ക് വേണമെങ്കിൽ ആനേനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല സത്യത്തിൽ എന്താ കാര്യം. പിന്നെ മാഷയുടെ പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടിരിക്കാനും നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു. ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ ആക്കി തീർത്ത എൻ്റെ ഗുരുക്കന്മാരെ അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊരു ദയ തോന്നിയിട്ട് അവരവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. അത്രയും നേരം നിന്ന് പ്രസംഗിച്ചിട്ട് അവർ 9 മണിക്കായാലും നിർത്താൻ തോന്നിയതില്ല കേട്ടോ. അപ്പോൾ മാഷയുടെ ഒരു എന്താ പറയുക ജേണി കാണിക്കായിരുന്നു. പക്ഷെ അതും അവിടെ ഒരു സ്റ്റക്കായിട്ട് പിന്നെ നിന്നിട്ട് രണ്ടാമതും പ്ലേ ചെയ്ത് പിന്നെ ആവണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താണ് അവരത് വീണ്ടും പ്ലേ ചെയ്തത് കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഇത് പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. മാഷിനെ കുറിച്ചിട്ട് അവർ പറയണ കേൾക്കുമ്പോൾ നമ്മുടെ സ്കൂളിലും ഇത് നടക്കുമ്പോൾ ഇങ്ങനെ വേലായുധൻ പണിക്കശ്ശേരി സാറിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാണ്. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരാൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരാളാണ്, നമ്മുടെ അടുത്തുള്ള ഒരാളാണ്, നമ്മളിൽ ഒരാളാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനും ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൗഡാവുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാർ ഇങ്ങനെ ഇത്രയും വലിയൊരു പൊസിഷനിൽ അല്ലെങ്കിൽ
ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണു എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞൊരു 9 മണിയോട് കൂടി രംഗപൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് തന്നെ പിള്ളേർ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗണനായിക എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങില്ലേ, അതായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് ആഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനങ്ങനെ വല്ലാണ്ട് ഡാൻസിൻ്റെ വീഡിയോസ് എടുക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം എന്തിനാണ് വെറുതെ മ്യൂട്ടാക്കിയിട്ട് വേറൊരു പാട്ടിട്ടിട്ട് വേണം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡാൻസിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ അവരത് പെർഫോം ചെയ്ത ഒരു ഭംഗി ശരിക്കും നഷ്ടപ്പെടല്ലേ. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ കൂടുതലും ഒന്നല്ലെങ്കിൽ ഈ നാടൻ പാട്ടും നാടോടി നൃത്തവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ട് സംഘനൃത്തമൊക്കെ ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ട് കൂടുതലും ഈ സിനിമാറ്റിക് സോങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. ഞാൻ ഈ പ്രോഗ്രാം മുഴുവനായിട്ട് കണ്ടില്ല. ഞാൻ ആകെ കണ്ടത് ഒരു 5 or 6 ഐറ്റംസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആകെ ഒരു പാട്ടോ 2 പാട്ടോ ഒക്കെയാണ് സിനിമാറ്റിക് സോങ് ആയിട്ട് കയറി വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയുക, ഇതിപ്പോൾ ഈ ഗണനായിക എന്ന് പറയുന്നത് ഒരു ഭക്തിഗാനമായിട്ട് നമുക്ക് കൂട്ടാം. ബാക്കി വന്നിട്ടുള്ളതാണെങ്കിൽ നല്ല ഒരു സ്വാഗതഗാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗാനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. ഇപ്രാവശ്യം നമ്മുടെ സ്കൂളിലാണെങ്കിലും അങ്ങനത്തെ ഐറ്റംസാണ്. അതായത് നമ്മുടെ സ്കൂളിൽ പൊതുവേ സിനിമാറ്റിക് ഒന്നും കേട്ടില്ല, അത് വേറെ വശം. അത് പിന്നെ നമ്മൾ പറഞ്ഞറിയിക്കേണ്ട, നമ്മൾ മാത്രമേ ഒരു സിനിമാറ്റിക് വെച്ച് കളിച്ചിട്ടുള്ളൂ എന്നാണ്. പിന്നെ അമ്മൂട്ടിയുടെ ഡാൻസും അതല്ലാതെ വേറെ ആരും സിനിമാറ്റിക് പാട്ട് വെച്ചിട്ടൊന്നും കളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിലും തീം ബേസ്ഡ് ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, കൃഷി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയുള്ള പാട്ടുകളൊക്കെ നമ്മുടെ പിള്ളേർക്ക് അതൊരു വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം അവരതിനെക്കുറിച്ചിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകുന്നേ. അത് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയുക പരിപാലിച്ചു കൊണ്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ.
നമ്മുടെ ബാർബി ഡോളിൻ്റെ പാട്ടായിരുന്നു കേട്ടോ, മറ്റേ ബാർബി ഗേൾ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും ഒരു സിനിമാറ്റിക് സോങ് ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ലാണ്ട് രീതിയിൽ പിള്ളേരൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ല പ്രോഗ്രാംസുകൾ ഇനി വരാനുണ്ടായിരുന്നു. പക്ഷെ വളരെയധികം സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊരു 9:45 കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ, കാരണം ഇനി അവിടെ ഇരുന്ന് ശരിയാവത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.